ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിപ്പോൾ ഉള്ളത് മലേഷ്യയിലാണ്. ദിസ് ഇസ് ഡേ 1 ഓഫ് മലേഷ്യ. നമ്മൾ രാവിലെ എത്തി, ചെക്കിൻ എല്ലാം ചെയ്തു, കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തത് ഇപ്പൊ പുറത്തിറങ്ങാൻ നിൽക്കുകയാണ്. ഇവിടെ എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഈവനിങ് ഒരു 6 ഒക്കെ ആയപ്പോഴത്തേക്കും ക്യാബ് വന്നു. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബുക്കിറ്റ് ബിന്താങ്ങിലുള്ള ജലാനല്ലൂർ ഫുഡ് സ്ട്രീറ്റിലോട്ടാണ്. അവിടെ എത്തിയപ്പോഴേ ഒരു ഡിഫറെൻറ്റ് വൈബായിരുന്നു. കുറേ ആൾക്കാരും കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡും. സത്യം പറഞ്ഞാൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷെ നമ്മൾ കുറച്ച് വ്ളോഗ്സ് ഒക്കെ കണ്ടിട്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മേടിച്ചത് ഈ ഒരു മാംഗോ പ്ലസ് ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് ആയിരുന്നു. ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഫസ്റ്റ് ഐറ്റം സക്സസ്ഫുള്ളായി. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും നല്ല സ്വീറ്റായിരുന്നു. അവിടുത്തെ മാംഗോ നല്ല സ്വീറ്റ്, അതുകൊണ്ട് തന്നെ ഈ ജ്യൂസും നല്ല സ്വീറ്റായിരുന്നു. നെക്സ്റ്റ് നമ്മൾ മേടിച്ചത് മാംഗോ സ്റ്റിക്കി റൈസ് ആയിരുന്നു. ഇത് കുറേ വ്ളോഗ്സ് കണ്ടിട്ട് എന്തായാലും ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് പോയതായിരുന്നു. അപ്പോൾ അത് നമ്മൾ മേടിച്ചു. ഭയങ്കര അടിപൊളിയായിരുന്നു. അതിൽ ആ കോക്കനട്ട് മിൽക്ക് പ്ലസ് മാംഗോ സ്റ്റിക്കി റൈസ് എല്ലാം കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തതായിരുന്നു ഈ ഒരു ഡിസേർട്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മാഷ്മെല്ലോ ഔട്ട് കവറിങ് ആയിട്ട് വന്നിട്ട് അതിനകത്ത് ഐസ്ക്രീം സ്റ്റഫ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് കുറേ ഫ്ലേവേഴ്സിലുണ്ട്, ലൈക്ക് വാനില, ചോക്ലേറ്റ്, പിന്നെ ബട്ടർ സ്കോച്ച് ആണെന്ന് തോന്നുന്നു. അങ്ങനെ 2-3 ഫ്ലേവേഴ്സിലുണ്ട്. അപ്പോൾ നമ്മളെടുത്ത് ചോക്ലേറ്റാണ്. ഇതങ്ങനെ പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലേവർ അല്ല. സ്വീറ്റ് ടൂത്ത് ഉള്ള അല്ലെങ്കിൽ ചോക്ലേറ്റ് ഐറ്റംസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നല്ലോണം ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് അത്ര ഒരു ടേസ്റ്റ് തോന്നില്ല. ലക്ഷ്മിക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ എനിക്കും ഉണ്ണിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമ്മൾ പിന്നെ കുറേ മാംഗോയിൽ കുറച്ച് ഇങ്ങനെ മസാലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഐറ്റം ട്രൈ ചെയ്തു. പിന്നെ അതിനുശേഷം ഹണി ഗ്ലേസ് ചിക്കൻ, പിന്നെ കുറച്ച് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സോസേജ് ഒക്കെ നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ ട്രൈ ചെയ്താണ് ഈ ഒക്ടോപ്പസ് ഫ്രൈ. ഇത് ട്രൈ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മൾ ആദ്യം തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ കുറച്ചൊരു എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഇത് ആദ്യം കുറച്ച് ന്യൂട്രൽ ഐറ്റംസ് കഴിച്ചിട്ട് ഇത് കഴിക്കാം എന്നുള്ള ഐഡിയയിലായിരുന്നു. പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് ചുമ്മാ സ്ട്രീറ്റിലൂടെയൊക്കെ നടന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ട്വിൻ ടവർ കാണാനായിരുന്നു. ട്വിൻ ടവർ എന്ന് പറഞ്ഞാൽ അമേസിങ് വ്യൂ ആയിരുന്നു. ഭയങ്കര അടിപൊളി ആർക്കിടെക്ചറൊക്കെയാണ് അതിൻ്റെ ഫുൾ. അവിടെയും ഇതുപോലൊരു വേറൊരു ഡിഫറെൻറ്റ് വൈബാണ്. കുറേ ആൾക്കാർ, ഒരു ലൈവ്ലി വൈബായിരുന്നു. പിന്നെ ട്വിൻ ടവർ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സലോമ ബ്രിഡ്ജ് കാണാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചുമ്മാ റൂമിലെല്ലാം വന്ന് നമ്മൾ മേടിച്ച ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ട് കുറച്ച് നേരം വൈബ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ ഡേ എൻഡ് ചെയ്തു.